all, ഇന്റർനാഷണലൈസേഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്കാണ് വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഫയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാനിവിടെ 0 അപ്ലൈ ചെയ്യുമ്പം 0 വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പം അതുപോലെ തന്നെ എന്തൊക്കെയോ ഫയൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം എന്താണ് ഞാനിവിടെ ചെയ്തേക്കെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് app.html വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ ഐ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. അതായത് ഇവിടെ നമുക്കൊരു വാല്യൂ, ഒരു നമ്പർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. നമ്പർ ആക്കി കൊടുക്കുകയാണ്. നമ്പർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ, ng മോഡൽ ചെയ്ത് ഐയുമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബട്ടൺ ക്ലിക്കിൽ വന്നിട്ട് ഇൻക്രീസ് എന്നൊരു എലമെൻറ്റ് കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം I18 ഏരിയ ലേബൽ എന്ന് പറഞ്ഞിട്ട് ടോഗിൾ ഏരിയ ലേബൽ കൊടുക്കുന്നുണ്ട്. ആ ടോഗിൾ ഏരിയ ലേബൽ ഇവിടെ വന്ന് ഞാൻ പ്രിൻറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി app.tsനകത്ത് I ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഈ ടോഗിൾ ഏരിയ ലേബൽ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടഡ് മെമ്പർ ആണ്. അതിനകത്ത് ദിസ് ഡോട്ട് ടോഗിൾ ഉണ്ട്. അതിനകത്ത് ആദ്യം ദിസ് ഡോട്ട് ടോഗിൾ സിഗ്നൽ ഓഫ് ഫോൾസ് ആണ്. എങ്കിൽ ലോക്കലൈസ് ഓഫ് ഹൈഡ് മിനിറ്റ്സ്, ലോക്കലൈസ് ഓഫ് ഷോ മിനിറ്റ്സ്, അങ്ങനെ ഒരു കണ്ടീഷണൽ വേരിയബിൾ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻക്രീസിനകത്ത് മിനിറ്റ്സ് വെച്ചിട്ട് ടോഗിൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ടോഗിൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കും. ടോഗിൾ ട്രൂ ആണെങ്കിൽ ഹൈഡ് മിനിറ്റ്സും ടോഗിൾ ഫാൾസ് ആണെങ്കിൽ ഷോ മിനിറ്റ്സും എന്ന് പറയുന്ന ഡേറ്റ ആണ് വരുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത്, ഞാനിവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ ഫയലിൽ ചെയ്ത പോലെ തന്നെ ng extract I18 n ചെയ്തു. അപ്പോൾ അതൊരു messages.nx ഫയൽ ജനറേറ്റ് ചെയ്തു. ആ ഫയൽ ഡേറ്റ എടുത്ത് ENലും FRലും ഇട്ട് ഡേറ്റ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈഡ് മിനിറ്റ്സ് എന്ന് വെച്ചാൽ ക്യാഷർ ലെസ് മിനിറ്റ്സ് എന്നാണ് ഫ്രഞ്ചിൽ വരിക. ഷോ മിനിറ്റ്സ് എന്ന് വെച്ചാൽ അഫ്ഷർ ലെസ് മിനിറ്റ്സ് എന്നാണ് വരിക. ഇനി ഇത് തന്നെയാണ് ഇവിടെ ഇൻക്രീസ് ചെയ്ത് ഞാനിവിടെ 1 എന്ന് കൊടുത്തു. അപ്പോഴും നമുക്ക് ഡേറ്റ വരുന്നത് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടോഗിൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ഡേറ്റ മാറുന്നുണ്ട്. ഇതിനെ നമ്മൾ കണ്ടീഷണൽ ആയിട്ടുള്ള I18 എഴുതുക എന്ന് പറയും. അത് I18 എഴുതിയത് എവിടെയാണ് ഞാൻ എഴുതിയേക്കുന്നത്? TS ഫയലിലാണ് എഴുതിയേക്കുന്നത്. കണ്ടീഷണൽ ലോജിക് ആണ്. ദിസ് ഡോട്ട് ടോഗിൾ ലോക്കലൈസ് ഓഫ് ദ ഫസ്റ്റ് വാല്യൂ, അതർവൈസ് ലോക്കലൈസ് ഓഫ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഇത്രയും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇൻ I18 എന്നൊരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് I18 അട്രിബ്യൂട്ട് എലമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏരിയ ലേബിൾ ഇസ് ഇക്വൽ ടോഗിൾ ഏരിയ ലേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് F12 അടിച്ചിട്ട് അത് മാറിയിട്ടുണ്ടോന്ന് നോക്കാം. ഏരിയ ലേബിൾ എന്ന് പറയുന്നത് അഫ്ഷർ ലെസ് മിനിറ്റ്സ് എന്നാണ് വരുന്നത്. അതിനുശേഷം ഞാൻ ഇൻക്രീസ് ക്ലിക്ക് ചെയ്യുമ്പം അത് ക്യാഷ്വൽ ലെസ് മിനിറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ മാറി? I18 ഹൈഫൻ അട്രിബ്യൂട്ട് എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. I18 ഹൈഫൻ അട്രിബ്യൂട്ട് എലമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ അട്രിബ്യൂട്ട് എലമെന്റിനകത്ത് വരുന്ന ഡേറ്റ എന്താണോ അത് കോപ്പിയായി I18ലോട്ട് വരും. അല്ലെങ്കിൽ ആ ഓൾ ടെക്സ്റ്റിനകത്ത് വരുന്ന ഡേറ്റ, അപ്പോൾ ഇമേജ് ആണെങ്കിൽ നമുക്ക് I18 ഹൈഫൻ ഓൾ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത് പറയുന്നത് I18 n ഐരിയ ലേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സാധനവും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന ഡേറ്റയാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ടോഗിൾ ഏരിയ വേരിയബിൾ ആണ്. ടോഗിൾ ഏരിയ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ട സാധനമാണ്, ലോക്കലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എവിടെ കിടപ്പുണ്ട്? മെസ്സേജസ് ഡോട്ട് ENൽ messages.fr.xif എന്ന് പറയുന്ന ഫയലിൽ കൊടുപ്പുണ്ട്. ഷോ മിനിറ്റ്സും ഹൈഡ് മിനിറ്റ്സും. ഓക്കെ, അതാണ് അട്രിബ്യൂട്ട് ഫോർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ലോക്കലൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇന്റർപോളേറ്റഡ് ടെക്സ്റ്റിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലോക്കലൈസ്, ഇപ്പം ഇവിടെ നമുക്ക് ഹൈഡ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഹൈഡ് മിനിറ്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഹൈഡ് മിനിറ്റ്സിനകത്ത് എനിക്ക് ഡബിൾ എടുത്തിട്ട് I കൊടുക്കാം. ഇവിടെ ഡോളർ ഓഫ് വേരിയബിൾ I. അപ്പം I എന്താണോ അവിടെ കൊടുത്തത് അവിടെ വരും. ഇപ്പം ദിസ് ഡോട്ട് I. ഇവിടെ എനിക്ക് എന്ത് കൊടുക്കാം? ഡോളർ ഓഫ് ദിസ് ഡോട്ട് I എന്ന് പറഞ്ഞ് കൊടുക്കാം.
അതിനുശേഷം will generate extract then ഇത് പണിയാണ്. The equivalent equal to this dot I എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. And we'll just copy this. ഇത് as such copy ചെയ്തിട്ട് FRൽ പോണം. FRൽ പോയിട്ട് ടാർഗറ്റിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മെസ്സേജസ് ഡോട്ട് ns, കാരണം ഇതിന് ഓട്ടോമാറ്റിക് മേർജ് ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മേർജ് ചെയ്ത് ഡേറ്റ കിട്ടില്ല. അത് NGRX ട്രാൻസ്ലേറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ നമുക്കിവിടെ അത് അവൈലബിൾ അല്ല. ഇപ്പോൾ മെസ്സേജസ് ഡോട്ട് FRൽ പോയി no translation available for ng-serve അടിക്കുകയാണ്. ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡേറ്റ അവൈൽ ചെയ്തപ്പം ഹൈഡ് മിനിറ്റ്സ് ഓഫ് equivalent of this dot I. ഓട്ടോമാറ്റിക്കലി ഒന്ന് നോക്കട്ടെ. ഡേറ്റ കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെന്താ? ലൈൻ നമ്പർ ഒക്കെ കറക്റ്റ് ആണ്. ഇതിനകത്ത് ID മാറി. ട്രാൻസ്ലേഷൻ യൂണിറ്റിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്, ID ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഡേറ്റ മാറുമ്പം, നമ്മൾ ഷോ ചെയ്യുന്ന ഡേറ്റ മാറുമ്പം എന്തും മാറും, ID മാറും. ID ജനറേറ്റ് ചെയ്യുന്ന ഒരു യുണീക്ക് വേയിലാണ്. അതിനകത്ത് എന്താ, ഈ സോഴ്സിലെ ടെക്സ്റ്റും നോട്ടൂടെ കമ്പൈൻ ചെയ്താണ് ID ജനറേറ്റ് ആവുന്നത്. Loaded, have to restart it. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നത് നല്ലതാണ്. മിസ്റ്റേക്സിലൂടെ പഠിക്കാൻ പറ്റും. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഡേറ്റ 12 എടുത്തു, ഇൻക്രീസ് കൊടുക്കുമ്പോൾ ലെസർ മിനിറ്റ്സ് 12 എന്ന് വന്നു. ഇവിടെ ഞാൻ 89 കൊടുത്തു, ഇൻക്രീസ് കൊടുത്തപ്പോൾ ലെസർ മിനിറ്റ്സ് 89 വന്നു. അപ്പം അതാണ് ഇൻ്റർപൊലേഷനകത്ത് ഡേറ്റ വരാമെന്ന്, ഇൻ്റർപൊലേറ്റഡ് ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനാണ് 18 നമുക്ക് ഒരു കാര്യം കൂടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഈ ആപ്പ് ഡോട്ട് ടെക്സ്റ്റിനകത്ത്
ഇവിടെ I18 കൊടുക്കണം, കാരണം ഇത് ടോഗിൾ ഏരിയ ലേബൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ. ഓക്കെ, ഇനി ഇവിടെ ആപ്പ് ഡോട്ട് ടിഎക്സിനകത്ത് ഷോ ഈക്വൽ ടു ഷോ ഡീറ്റെയിൽസ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആപ്പ് ഡോട്ട് HTML വന്നിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ഡമ്മി ടെക്സ്റ്റ് ആണ് ഈ കൊടുക്കുന്നതെന്ന്, ഞാനൊരു പ്രോപ്പർ പ്രോഗ്രാം ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഷോ ഇവിടെ ഞാൻ I18N കൊടുത്തു. ഇവിടെ ഞാൻ I18N കൊടുക്കുമ്പം എനിക്കിവിടെ എറർ വരേണ്ടതാണ്. നോ ട്രാൻസ്ലേഷൻ അവൈലബിൾ ഫോർ 1817. അപ്പോൾ ഇത് ടെക്സ്റ്റിൻ്റെ ഐഡിയ ആണ്. ഈ ഷോ എന്ന ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഐഡിയ ആണത്. സോ അതിന് എന്ത് ചെയ്യണം? വി ഹാവ് ടു റൺ ദി ട്രാൻസ്ലേഷൻ യൂണിറ്റ് അഗെയിൻ. messages.xnf പോയിട്ട് ഇതെന്ത് പറ്റി ഒന്നില്ല ഇവിടെ. കോഡ് റൈറ്റിംഗ് ഇന്റർപൊലേഷൻ ദാ ഷോ. ഈ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ആസ് സച്ച് ഞാൻ കോപ്പിയാണ്. കോപ്പി ചെയ്തിട്ട് messages.xr പോയിട്ട് ഇവിടെ ഇട്ടു. ആൻഡ് വി നീഡ് a target for this one. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം വിട്ടുപോയി, ഇവിടെ ലോക്കലൈസ് ആഡ് ചെയ്തില്ല. അപ്പോൾ ഷോ ഡീറ്റെയിൽസ് എന്ന് ഇവിടെ ആഡ് ചെയ്യുമ്പം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരണമെങ്കിൽ $localize ബാക്ക്ടെക്കിനകത്ത് ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ എന്താവില്ല, ഇത് ട്രാൻസ്ലേറ്റ് ആവില്ല. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ഹാവ് ടു റൺ ng extract I18N. വിൽ വെയിറ്റ് ഫോർ ദ ബിൽഡ് കഴിഞ്ഞു. ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ട്രാൻസ് യൂണിറ്റ് ഇതാണ്. ഇത് ഞാൻ കോപ്പിയാണ്. messages.fr.xs പോയിട്ട് ടാർഗറ്റ് കൊടുത്തു. ng serve എടുത്തു. നമുക്ക് ഷോ ഡീറ്റെയിൽസ് ഉള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡേറ്റ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ട്രാൻസ് യൂണിറ്റ്, ഇപ്പം ഈ ഷോ ഈക്വൽ ടു ലോക്കലൈസ് ഷോ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ രണ്ട് ട്രാൻസ്ലേഷൻ യൂണിറ്റ് ആണ് വന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റിനുള്ള ട്രാൻസ്ലേഷൻ യൂണിറ്റും, രണ്ടെന്ന് പറയുന്നത് ഇത് ഈ ഇൻ്റർപൊലേഷനായിട്ട് കൊടുത്തേക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ യൂണിറ്റുമാണ്. അപ്പം നമ്മൾ ഈ രണ്ട് I18N കൊടുക്കുമ്പോൾ ഈ ഷോ എന്ന് പറയുന്ന വേരിയബിളിന് പുതിയ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ആണ് വരുന്നത്. അതെപ്പോഴും നോക്കേണ്ട കാര്യമാണ്. അപ്പം ഇതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. ദർ വിൽ ബി അനദർ വീഡിയോ. കാരണം നമുക്കിനി പ്ലൂറൽ സെലക്ട് അങ്ങനെ വന്ന് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ.